വിശുദ്ധ അഗസ്റ്റിൻ്റെ 8ാം നൊവേനയിലെ ഈ ദിവസത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം വിനയമാണ്. വിനയം എന്നത് നമ്മെ തന്നെ ചെറുതായി കാണുന്നതല്ല, മറിച്ച് നമ്മൾ ആരാണെന്നും നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും തിരിച്ചറിയുന്നതാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം തന്നെ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. സ്വന്തം കഴിവുകളിലും അറിവിലും ആശ്രയിച്ച് ജീവിച്ചിരുന്ന അഗസ്റ്റിൻ പിന്നീട് തിരിച്ചറിഞ്ഞു തൻ്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ സമാധാനം ദൈവത്തിൽ മാത്രമാണെന്ന്. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറയുന്നു: ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. നമ്മുടെ ജീവിതത്തിലും വിനയം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ചെറിയ കാര്യങ്ങളിലാണ്. നമ്മളെ ആരെങ്കിലും തിരുത്തുമ്പോൾ അത് സ്വീകരിക്കാൻ കഴിയുമോ? നമ്മുടെ അഭിപ്രായം അംഗീകരിക്കപ്പെടാതെ വന്നാൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുമോ? മറ്റൊരാൾക്ക് നമ്മേക്കാൾ കൂടുതൽ അംഗീകാരം ലഭിക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയുമോ? ആരും കാണാത്തപ്പോഴും സ്നേഹത്തോടെ സേവിക്കാൻ കഴിയുമോ? ഇവിടെയാണ് നമ്മുടെ വിനയം പരീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എന്ത് ലഭിച്ചു എന്നതിനേക്കാൾ എന്നിലൂടെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്ന ചിന്തയിലേക്ക് വളരുകയാണ് വിനയം. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കാം. എൻ്റെ ഉള്ളിൽ എവിടെയാണ് അഹങ്കാരം ഒളിഞ്ഞിരിക്കുന്നത്? എവിടെയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനും അഭിപ്രായത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? വിശുദ്ധ അഗസ്റ്റിൻ്റെ ഈ നൊവേനയുടെ 8ാം ദിവസത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം: എൻ്റെ നല്ല ഈശോയെ, എൻ്റെ കഴിവുകളും ജീവിതവും അങ്ങയുടെ ദാനമാണെന്ന് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. മറ്റുള്ളവരെ അംഗീകരിക്കുവാനും തിരുത്തലുകൾ സ്വീകരിക്കുവാനും ആരും കാണാത്തിടത്ത് സ്നേഹത്തോടെ സേവിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥ വിനയം വളർത്തണമേ. എൻ്റെ ജീവിതത്തിലൂടെ അങ്ങയുടെ മഹത്വം മാത്രം പ്രകടമാക്കുവാൻ എന്നെ അനുവദിക്കണമേ. ആമേൻ. നവനാൾ പ്രാർത്ഥന. വിശുദ്ധ അഗസ്റ്റിനെ, ദൈവസന്നിധിയിൽ എളിമയോടെ ജീവിക്കാനും എൻ്റെ കഴിവുകളിലും നേട്ടങ്ങളിലും അഹങ്കരിക്കാതെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുവാനും എന്നെ പഠിപ്പിക്കണമേ. എന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാനും തെറ്റുകൾ അംഗീകരിക്കാനും തിരുത്തലുകൾ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും കൃപ തരണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ വിനയത്തിൻ്റെ വാസസ്ഥലമാക്കണമേ. വിശുദ്ധ അഗസ്റ്റിൻ്റെ മാതൃകയിൽ എന്നിൽ കുറയുവാനും നിന്നിൽ വളരുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ.